യേശുവിൽ ധൈര്യത്തോടെ ആശ്രയിക്കുക എന്ന ആപ്തവാക്യവുമായി ജർമ്മൻ സ്വിസ് ലോക യുവജന സംഗമത്തിന് സ്വിറ്റ്സർലൻഡിലെ സ്റ്റാൻസിൽ പ്രൗഢോജ്വല സമാപനം. നിഡ് വാർഡൻ കണ്ടോണിൽ നടന്ന സംഗമത്തിൽ 500-ലധികം യുവജനങ്ങളാണ് ഒത്തുചേർന്നത്. 40 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ മുന്നോട്ടുവെച്ച യുവജനം സഭയുടെ ഇന്നാണ് നാളെ മാത്രമല്ല എന്ന ദർശനത്തിൻ്റെ തുടർച്ചയായിരുന്നു ഈ പ്രാദേശിക സംഗമം. 1986-ൽ റോമിൽ ആരംഭിച്ച ലോക യുവജന സംഗമങ്ങളുടെ പ്രചോദനത്തിലാണ് ഇത് സംഘടിപ്പിച്ചത്. ദിവ്യബലിയും ആത്മീയ ചിന്തകളും മുതൽ യുവാക്കളെ അലട്ടുന്ന വിഷയങ്ങളിലെ വർക്ക്ഷോപ്പുകൾ വരെ പരിപാടിയിൽ ഉണ്ടായിരുന്നു. ക്രിസ്തീയ സംഘടനകളുടെയും സമൂഹങ്ങളുടെയും മേളയും ശ്രദ്ധേയമായി. സെൻറ്റ് പീറ്റേഴ്സ് പുരോഹിത സഹോദര സഭ, ഷോൺസ്റ്റാറ്റ് മരിയ സിസ്റ്റേഴ്സ്, ബ്ലസ് മിഷൻ വർക്ക്, ക്ലോസ്റ്റർലാഡൻ ഒറേമുസ്, ഷാലോം വേൾഡ് മീഡിയ തുടങ്ങിയ ടീമുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. യുവജനങ്ങളെ ഏറെ ആകർഷിച്ചത് സ്വിസ് റാപ്പർ ലാപ്ട്രിക്റ്റ് തൻ്റെ ജീവിതാനുഭവങ്ങൾ പാട്ടിലൂടെ അവതരിപ്പിച്ചതായിരുന്നു. ഡിസെൻറ്റിസ് ആശ്രമത്തിലെ പിതാവ് പോൾ ഉൾപ്പെടെയുള്ളവർ വിവിധ സെഷനുകൾ നയിച്ചു. 28 വിഷയങ്ങളിലെ വർക്ക്ഷോപ്പുകളിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചുപറ്റിയത് യുവാക്കളിലെ മാനസിക രോഗങ്ങളുടെ വൻ വർധന കാരണങ്ങൾ എന്നതായിരുന്നു. യുവജനങ്ങളുടെ ആവശ്യപ്രകാരം ഈ സെഷൻ 2 തവണ നടത്തേണ്ടി വന്നു. 2023-ൽ 17,600 പേർക്കും 2024-ൽ 22,800 പേർക്കും മാനസിക രോഗത്തിൻ്റെ പേരിൽ 4 പെൻഷൻ അനുവദിച്ചതായാണ് കണക്കുകൾ. തകർന്ന കുടുംബ ബന്ധങ്ങൾ, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗം, സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗവും അതുണ്ടാക്കുന്ന സമ്മർദ്ദവും എന്നിവയാണ് പ്രധാന കാരണങ്ങളെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ ലൈഫ് ഇൻ്റർനാഷണലിലെ മാർഗരറ്റ് ഷെൻകറും ആൻഡ്രിയ ബെറ്റ്സും യുവജനങ്ങളുടെ മാനസിക അടിസ്ഥാന ആവശ്യങ്ങളും അവഗണിക്കുന്നതിൻ്റെ ഫലങ്ങളും ഉദാഹരണസഹിതം വിശദീകരിച്ചു. ക്രിസ്തീയ മനുഷ്യസങ്കല്പത്തിൻ്റെ വെളിച്ചത്തിൽ ദിവ്യകാരുണ്യത്തിലൂടെയും കുമ്പസാരത്തിലൂടെയും എങ്ങനെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാം എന്നതായിരുന്നു 2ാം ഭാഗം. നൈറ്റ് വിജിൽ പ്രാർത്ഥനയ്ക്കു ശേഷം സെൻറ്റ് ഗാലൻ കത്തീഡ്രലിലെ വൈദികൻ ഇവാൻ ഷാരിച്ച് കുമ്പസാരം എന്ന വിഷയത്തിൽ ചിന്തകൾ പങ്കുവച്ചു. കുമ്പസാരത്തിന് പോവുക എനിക്കും എളുപ്പമല്ല, പക്ഷേ അത് ധൈര്യത്തിൻ്റെ അടയാളമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കുമ്പസാരം എന്നത് ഡോക്ടറുടെ അടുത്തു പോകുന്നത് പോലെയാണ്. മുറിവുകൾ തുറന്നു കാണിക്കുമ്പോൾ മാത്രമേ സൗഖ്യം കിട്ടൂ. ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്ത പാപമില്ല. കുമ്പസാരം എന്നാൽ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മെ തന്നെ കാണുക എന്നതാണ്. നീ എൻ്റെ പ്രിയപുത്രനാണ്, പ്രിയ മകളാണ് എന്നതാണ് ദൈവത്തിൻ്റെ നോട്ടം, ഇവാൻ ഷാരിച്ച് ഓർമ്മിപ്പിച്ചു. കുമ്പസാരം ദൈവത്തിൻ്റെ ആലിംഗനത്തിൻ്റെ കൂദാശയാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആലിംഗനത്തിൽ സ്വയം ഏൽപ്പിക്കുക എന്ന ആഹ്വാനത്തോടെയാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. ലോക യുവജന സംഗമത്തിൻ്റെ 2 ദിവ്യബലികൾക്കും ബിഷപ്പ് ജോസഫ് മരിയ ബോണേമയിനും യുവജന ബിഷപ്പ് അലൈൻ ഡി റേമിയും നേതൃത്വം നൽകി. യുവജന ബിഷപ്പ് തൻ്റെ പ്രഭാഷണത്തിൽ ബാലനായ ഈശോയെ ജെറുസലേമിൽ വെച്ച് നഷ്ടപ്പെട്ട മറിയത്തിൻ്റെയും യോസേപ്പിൻ്റെയും അനുഭവം ഓർമ്മിപ്പിച്ചു. ഈശോ നിങ്ങളോട് അന്യായം ചെയ്യുന്നതായി തോന്നുമ്പോൾ, ഉത്തരം കിട്ടാതെ വരുമ്പോൾ മറിയത്തോടൊപ്പം പോവുക, അവളെപ്പോലെ ഈശോയിൽ പ്രതീക്ഷയും ധൈര്യവും അർപ്പിക്കുക എന്ന് അദ്ദേഹം യുവാക്കളോട് പറഞ്ഞു. സമൂഹത്തിലെ യുവജന പ്രശ്നങ്ങൾക്ക് വിശ്വാസത്തിൻ്റെയും കൂട്ടായ്മയുടെയും വെളിച്ചത്തിൽ പരിഹാരം തേടാനുള്ള ശ്രമമായിരുന്നു ഈ സംഗമം എന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. അടുത്ത വർഷം ജർമ്മൻ സ്വിറ്റ്സർലൻഡ് ലോക യുവജന സംഗമം ഏപ്രിൽ 16 മുതൽ 18 വരെ ബാസൽ നഗരത്തിൽ നടക്കും. വിശ്വാസത്തിൻ്റെയും കൂട്ടായ്മയുടെയും വെളിച്ചത്തിൽ പുതിയൊരു നാളേക്കായി ചുവടുവെക്കാനുള്ള വലിയൊരു ഊർജ്ജം നൽകിയാണ് സ്റ്റാൻസിലെ യുവജന സംഗമം സമാപിച്ചത്.